ചെറുതല പിറവി സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഉല്ലല ബാബു അനുസ്മരണവും സ്മൃതി പുരസ്കാര വിതരണവും നവംബർ 29 നടക്കും. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ആളായിരുന്ന, ഞങ്ങളുടെയെന്ന് മാത്രമല്ല നിങ്ങളുടെയും ചെറുതലക്കാരുടെയും എല്ലാത്തിനുപരി കേരളം ഒട്ടാകെ ഉള്ള ഒരു പ്രശസ്ത ബാലസാഹിത്യകാരനായിരുന്നു ഉല്ലല ബാബു എന്നുള്ളത് നിങ്ങൾക്ക് എവർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ അനുസ്മരണ ദിനം അല്ലെങ്കിൽ ഒന്നാം ചരമദിനം ഈ നവംബർ 29 അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അഭ്യുദയകാംക്ഷികളും കുടുംബാംഗങ്ങളും കൂടി ചേർന്ന് ഒരു തീരുമാനമെടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുവാനായിട്ട് ഒരു ബാലസാഹിത്യ പുരസ്കാരം കൊടുക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. അതും പ്രകാരം ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഈ കൃതികളൊക്കെ ക്ഷണിക്കുകയുണ്ടായി. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് കുറച്ചേറെ ബാലസാഹിത്യ കൃതികൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. അത് ഞങ്ങളൊരു പ്രാഥമിക പരിശോധന നടത്തിയതിന് ശേഷം വിദഗ്ധരായ 3 അംഗങ്ങളെ, ജൂറി അംഗങ്ങളെ അത് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെ വിശകലനത്തിന് ശേഷം കിട്ടിയ പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ അറിയപ്പെടുന്ന ബാലസാഹിത്യകാരനായ ഡോക്ടർ കെ ശ്രീകുമാറാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയായ പെണ്ണായാലെന്ത എന്ന പുസ്തകത്തിനാണ് ഈ കമ്മിറ്റി ഏകകണ്ഠമായി പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചത്, മാർക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അത് 29 തീയതി 2 മണിക്ക് NSS ഹാളിൽ വെച്ച് പരിപാടി നടക്കുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് അവർ നിർവഹിക്കും. ചെറുതല പിറവി സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഉല്ലല ബാബു അനുസ്മരണവും സ്മൃതി പുരസ്കാര സമർപ്പണവും നവംബർ 29 ചെറുതല NSS യൂണിയൻ ഹാളിൽ നടക്കും. ശനിയാഴ്ച പകൽ 2 ചേരുന്ന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഉല്ലല ബാബു സ്മൃതി പുരസ്കാരം ഡോക്ടർ കെ ശ്രീകുമാറിന് മന്ത്രി പി പ്രസാദ് നൽകും. കഥാരചനാ മത്സരത്തിലെ വിജയികൾക്ക് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ സമ്മാനങ്ങൾ നൽകും. ബാലസാഹിത്യകാരൻ VM രാജ്മോഹൻ ഉല്ലല ബാബു അനുസ്മരണവും വിവരാവകാശ കമ്മീഷൻ മുൻ ചെയർമാൻ ഡോക്ടർ കുര്യാക്കോസ് കുമ്പളക്കുഴി മുഖ്യപ്രഭാഷണവും നടത്തും. ചേർത്തലയിൽ പിറവി സാഹിത്യവേദി എന്ന സ്വന്തം സാഹിത്യവേദി അദ്ദേഹം സാഹിത്യത്തിനായിട്ട് തുറന്നിരുന്നു. പിറവിയുടെ ആഭിമുഖ്യത്തിൽ പറവ എന്ന പേരിൽ ഒരു ചെറിയ മാസികയും അദ്ദേഹം ഇറക്കിയിരുന്നു. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സാഹിത്യ മേഖലയിലും പെട്ട സാഹിത്യകാരന്മാർ ആ പറവയിൽ എഴുതി തെളിഞ്ഞവരാണ് എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ ദുഃഖകരമായിരുന്നു. കഴിഞ്ഞ 2024 നവംബർ 29 അദ്ദേഹത്തിൻ്റെ വേർപാടുണ്ടായത്. ഈ 2025 നവംബർ 29 ഒരു വർഷം തികയുകയാണ്. സ്മൃതി ദിനത്തിൽ ബാലസാഹിത്യ രംഗത്ത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൃതിക്ക് സമ്മാനം നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ചേർത്തലയിലെ അഭ്യുദയകാംക്ഷികളും ചേർന്നിട്ട് വളരെ ഗംഭീരമായിട്ട് ആ അനുസ്മരണ പരിപാടി NSS ഹാളിൽ 29 തീയതി ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് നടക്കുകയാണ്. ചേർത്തല MLA പ്രശസ്തനായ കൃഷിമന്ത്രി ബഹുമാന്യനായ പി പ്രസാദ് സാറാണ് പുരസ്കാര സമർപ്പണം നിർവഹിക്കുന്നത്. എല്ലാവരുടെയും സാന്നിധ്യം സദയം പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ്റെ പേരിൽ നടത്തുന്ന പ്രഥമ ബാലസാഹിത്യ പുരസ്കാരമായ അതിൽ 1ാം സ്ഥാനം നേടിയ ശ്രീ ഡോക്ടർ ശ്രീകുമാർ സാറിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരും എല്ലാ നന്ദിയും ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ 2 മാസം മുമ്പ് നടത്തിയ, ഇപ്പോൾ വിശ്വംഭരൻ സാർ പറഞ്ഞതുപോലെ നടത്തിയ സ്കൂൾ തലത്തിൽ നടത്തിയ കഥാരചന മത്സരത്തിൽ സമ്മാനം നേടിയ എല്ലാ കുട്ടികൾക്കും ഇതോടൊപ്പം ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ നന്ദി അറിയിച്ചു.